ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അതിന്റെ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. അമേരിക്ക IMF-ഉമായിട്ട് ചേർന്ന് ചെയ്യുന്ന ചില പ്രവർത്തികൾ, അതുപോലെ തന്നെ ഒരു സീസ് ഫയറിന് ഇപ്പോൾ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ മൂന്നാമതൊരു രാജ്യം ഇടപെട്ടുകൊണ്ടല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെ ഇടപെട്ട് ഈ ഒരു സീസ് ഫയർ, ടെമ്പററി സീസ് ഫയർ കൊണ്ടുവരികയാണ്. ഇതിനകത്ത് ഈ സീസ് ഫയറിന് എന്താണ് വാലിഡിറ്റി, ഇതിനു മുമ്പും ഒരു സീസ് ഫയർ കരാറൊക്കെ ഉണ്ടായിരുന്നാണല്ലോ, അതൊക്കെ തന്നെയാണല്ലോ സിംല കരാർ എന്ന് വിളിച്ചിരുന്നത്, അതിനെയല്ലേ പാകിസ്ഥാൻ റിവോക്ക് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷെ ഈ സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കാലുപിടുത്തം മൂലം ഉണ്ടായ ഒരു സീസ് ഫയർ ആണ്. ഇന്ത്യയല്ല പ്രഖ്യാപിച്ചത്, പാകിസ്ഥാനാണ് പ്രഖ്യാപിച്ചത് സീസ് ഫയറിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് സീസ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ ഈ ബോർഡർ ഏരിയയിൽ കിടന്ന് നടത്തുന്ന ഈ ഒരു ഷെല്ലാക്രമണം, അതിനെയാണോ സീസ് ഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതിനെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യ സീസ് ഫയർ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ചില്ലറയല്ല. കാരണം ഇന്ത്യ ആ രീതിയിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. 3 എയർപോർട്ടുകൾ നിലം പരിശാക്കിയിരിക്കുകയാണ്. കരംകോട്ട എയർപോർട്ട്, ഈ എയർപോർട്ടും കൂടെ അടിച്ച് തകർത്ത് ഏതാണ്ട് 4 എയർപോർട്ടുകൾ ഇന്ത്യ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ എയർ ഡോമിനൻസ് പാകിസ്ഥാന്റെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഡോമിനൻസ് ആണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിൽ പണ്ട് ഈ എക്സ് പ്ലാറ്റ്ഫോം ഒക്കെ ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എക്സ് പ്ലാറ്റ്ഫോം പാകിസ്ഥാന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് വിട്ടതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ, അതായത് ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തീവ്രത മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ പാകിസ്ഥാനിൽപ്പെട്ട ആൾക്കാർ മൊത്തത്തിൽ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാകിസ്ഥാന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നുള്ളതും, ഇന്ത്യ ഏത് രീതിയിലാണ് പാകിസ്ഥാനെ അടിച്ച് ഒതുക്കി നിർത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് പുതിയ ഇന്ത്യ ആണെന്നുള്ള തിരിച്ചറിവാണ് പാകിസ്ഥാനെ കൊണ്ട് ഇങ്ങനെ സീസ് ഫയറിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പിച്ചത്. സീസ് ഫയറിന്റെ മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ട് പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ, ഇപ്പൊ എന്തിനാണ് ഇന്ത്യ സീസ് ഫയർ സമ്മതിക്കുന്നത്, എന്നാ പിന്നെ 4 ദിവസത്തിന് മുമ്പേ സീസ് ഫയർ സമ്മതിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അതിനു മുമ്പായിട്ട് IMF ഏതാണ്ട് 8500 കോടി ലോൺ പാകിസ്ഥാന് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ഇന്ത്യ ഇതിന് വാക്കൗട്ട് ചെയ്തു, ഇന്ത്യ ഇതിന് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇന്ത്യയുടെ സപ്പോർട്ടിനെ അവർ തള്ളി മാറ്റിക്കൊണ്ട് ഏതാണ്ട് 8500ഓളം കോടി ഇന്ത്യൻ റുപ്പി, അത്രയും വർത്ത് വരുന്ന എമൗണ്ട് ആണ് IMF പാകിസ്ഥാന് കൊടുത്തത്. ഇത് അമേരിക്ക വിചാരിച്ചിരുന്നെങ്കിൽ ഇത് തടയാമായിരുന്നു. പക്ഷെ അമേരിക്ക ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്തില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇന്ത്യ ഈ ഒരു യുദ്ധത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇല്ലെങ്കിൽ അവർക്ക് ഈ പൈസ ഇപ്പൊ തടയാമായിരുന്നു. യുദ്ധം നിർത്തി കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നിർത്താമായിരുന്നല്ലോ. എന്നിട്ടാണ് ഇന്ന് രാവിലെ മുതൽ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ മീഡിയേഷൻ ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സീസ് ഫയറിൽ എത്തിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കാം എന്നൊക്കെ അമേരിക്ക കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഇതിലുപരിയായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യയെ ചൈനയുമായിട്ടും ഒന്ന് ബന്ധിപ്പിച്ച് ഏതെങ്കിലും നിലയിൽ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് ഒരു ടെൻസ്ഡ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് അമേരിക്കയ്ക്കുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു സൈഡിലിരുന്നാലും ഇന്ത്യ ഒരു ടെമ്പററി സീസ് ഫയർ, അതിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ടെമ്പററി സീസ് ഫയർ കൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ, ഗുണങ്ങൾ, അതിൽ ഇന്ത്യക്കുണ്ടായ നേട്ടം എന്താണ്, പാകിസ്ഥാന്റെ സൈഡിൽ അവർക്കുണ്ടായ നേട്ടം എന്താണ്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പാകിസ്ഥാന്റെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് നടത്തിയ ഈ ഒരു യുദ്ധം മൂലം പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടം, അത് നമ്മൾ ജസ്റ്റ് 1-2 പോയിന്റുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാം. അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഒരു കാർഗോ വിമാനം അത് തുർക്കിയിലെ ഇസ്താൻബുളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഡ്രോണുകൾ, അതേപോലെ എമ്യൂണിഷൻസ് ഉൾപ്പെടെയുള്ള 3/4 ഭാഗം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടാണ് ഇപ്പൊ ഇന്ന് രാത്രി അത് ട്രാവലിംഗിലാണ്. അതായത് ഈ ഒരു സാറ്റർഡേ സൺഡേ ഈ ഒരു രാത്രിയിൽ അത് ഇസ്താൻബുളിൽ നിന്നും യാത്രയായി പാകിസ്ഥാനിലേക്ക് വന്ന് ലാൻഡ് ആകുന്നതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ആയുധങ്ങൾ തന്നെയാണ്, തുർക്കിയാണ് കൊടുക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഒരു സൈഡിൽ സീസ് ഫയർ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും ഈ രീതിയിലുള്ള ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അത് യുദ്ധമാണ്, അവർക്ക് ആയുധങ്ങൾ ആവശ്യമുണ്ട്, അപ്പോൾ അവർ ആ രീതിയിൽ കൊണ്ടുവരുന്നു. പക്ഷെ നമുക്കിവിടെ തുർക്കിയെ നമ്മൾ എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ ദോസ്ത്. അത് ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഓപ്പറേഷൻ ദോസ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പാകിസ്ഥാനേക്കാളും ഇന്ത്യ തുർക്കിയെ സഹായിച്ചിരുന്നു ആ ഒരു ഭൂമി കുലുക്കത്തിന്റെ സമയത്ത്, ആ ഒരു ഭൂചലനത്തിന്റെ സമയത്ത്. അതൊക്കെ നമ്മൾ
അതൊന്നും നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ആരാണോ സഹായം കൈപ്പറ്റിയ ആൾക്കാർ അവരത് ഓർത്തു വെക്കേണ്ടതാണ്. അത് തുർക്കിയാണ്. അപ്പൊ ഇതുപോലത്തെ രാജ്യങ്ങൾക്ക് ഇനി മേലാൽ ഒരു രീതിയിലുള്ള ദുരിതാശ്വാസത്തിനോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ പോകരുത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പാഠം. IMF-ൽ നിന്ന് പോയ ഫണ്ട്, IMF-ൽ നിന്നും പാകിസ്ഥാന് പോയ ഒരു ഫണ്ട് അമേരിക്കയ്ക്ക് തടയാമായിരുന്നു. അപ്പം അത് തടയാത്തതിന്റെ കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പണമിടപാടുകൾ നടത്തിയതായിട്ട് വേണമെങ്കിൽ നമുക്ക് UN-ൽ എടുത്തു പറയാൻ പറ്റുന്ന പോയിന്റാണ്. പിന്നെ UN-ൽ നമ്മൾ എത്രത്തോളം എടുത്തു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം UN എന്ന് പറയുന്നത് വെറും കൺതുടപ്പിന് മാത്രം വെച്ചിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു പ്രസ്ഥാനം, അത്രേ ഉള്ളൂ. UN-ൽ അതായത് ഒറ്റൊരു ഇമേജ് മതി. അതായത് ഈ ഞാൻ കാണിക്കുന്ന ഒരു ഇമേജ്, ഈ ഇമേജിൽ ഒരു തീവ്രവാദി, അതായത് ഈ ഒരു മസൂദ് അസർ എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദി വന്നിട്ട് ഈ ആർമി ഓഫീസറുടെയൊക്കെ മുന്നിൽ നിന്നും ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശരീരത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രഹസനം നടത്തുന്നത്. ഈ പ്രഹസനം നടത്തുന്നത് ഇത് ഗ്ലോബൽ മീഡിയ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്താണ്. അപ്പൊ ഈ ലഷ്കറിന്റെ തീവ്രവാദി, ഈ ലഷ്കറിന്റെ നേതൃത്വം നയിക്കുന്ന ഈ തീവ്രവാദിയുടെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഈ യൂണിഫോം ഇട്ട തീവ്രവാദികൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, രണ്ടുപേരും ഒരേ കാറ്റഗറിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർമി വേറെ തീവ്രവാദം വേറെ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഇമേജ്. അത് നിങ്ങൾ കരുതിയാൽ മതി. ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതാണ് വിക്രം മിസ്രി പലതവണയായിട്ട് ഇന്റർനാഷണൽ മീഡിയാസിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് എടുത്തു കാണിച്ച ഒരു ഇമേജ്. തീവ്രവാദികൾക്കാണ് ഈ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഫണ്ട് പ്രയോജനപ്പെടുന്നത്. അതാണ് നമ്മൾ ഈ ഒരു IMF-ന്റെ, അതാണ് ഇപ്പൊ നിലവിൽ ഈ ഒരു IMF-ന്റെ ഭാഗത്ത് നിന്ന് 8500 കോടി പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കോടി അമേരിക്ക തീവ്രവാദത്തിന് കൊടുത്ത ഫണ്ടായിട്ട് കരുതിയാൽ മതി. അതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ളത്. വേറെ ആരും ഇത് പറയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇതിങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പതിയെ ഇന്ത്യയെ നൈസിന് ചൈനയുടെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങ് തള്ളിവിടാനുള്ള ഒരു സാഹചര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. കാരണം ചൈനയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കൺഫ്രണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കൻ ചേരിയിൽ വളരെ ശക്തമായിട്ട് നിലയുറപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അമേരിക്കയ്ക്കുള്ളത്. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് പാർട്ണർ ആയിട്ടുള്ള റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്കെതിരെ നടപടിയെടുക്കൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ പ്രയാസമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തമായി അമേരിക്കൻ ചേരിയിലേക്ക് പോകുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കൺഫ്രണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഗുണപരമാവും എന്നുള്ള രീതിയിൽ അമേരിക്ക ചിന്തിക്കുന്നത്. നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ ഇതുവരെ നമ്മൾ ഈ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇത്തവണ പാകിസ്ഥാന്റെ മേലിൽ നമ്മൾ ഇത്രമാത്രം ആക്രമണം നടത്തിയപ്പോഴും ഇതുവരെ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബ്രഹ്മോസ് ഒന്ന് ഉപയോഗിച്ച് നോക്കാമായിരുന്നു, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കാരണം ഈ ബ്രഹ്മോസിന്റെ ഒരു എഫിഷ്യൻസി അത് ഗ്ലോബൽ ആയുധ വിൽപ്പന മേഖലയിൽ ബ്രഹ്മോസിന് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. ബ്രഹ്മോസിന്റെ വിൽപ്പനയ്ക്ക് അത് കൂടുതൽ സഹായകരമായേക്കും ഈ ഒരു പരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ. അതെന്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമി അത് പരീക്ഷിക്കാത്തത്, അതെന്തുകൊണ്ടാണ് ഈ ഒരു ബ്രഹ്മോസ് പരീക്ഷിക്കാത്തത് ഈ ഒരു അവസരത്തിൽ, അത് ഒരു ബാഡ് ഡിസിഷനാണ്. അത് പരീക്ഷിച്ചിരുന്നെങ്കിൽ അതിൻ്റെ വ്യാപാരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായേനെ. വയോമിക എയർഫോഴ്സ് കമാൻഡർ അവർ പറഞ്ഞത് ഇതാണ്: നമ്മൾ മിനിമം 3 എയർപോർട്ടുകൾ അവരുടെ മിനിമം 3 എയർപോർട്ടുകൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. നമ്പർ ഓഫ് റഡാർ സ്റ്റേഷൻസ് പിന്നെ എണ്ണി പറയത്തക്ക വിധം 3-4 റഡാർ സ്റ്റേഷൻസ് അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെപ്പൺ സ്റ്റോറേജ് ഇതെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യ മെയിനായിട്ട് നടത്തിയ ഓപ്പറേഷൻസ്. അതുപോലെ ഇന്ന് ലാഹോറിന്റെ ഭാഗത്ത് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യയുടെ ആക്രമണത്തിനെ ചെറുക്കാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ലാഹോറിൽ നടത്തിയ ആക്രമണത്തിന്റെ ഡീറ്റെയിൽസ് സൺഡേ ഡേ ടൈമിൽ കൂടുതൽ പുറത്തു വരുന്നതായിരിക്കും. ഇപ്പൊ ഇതുവരെ നിലവിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ നിലവിൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. അതേപോലെ പാകിസ്ഥാൻ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് അവകാശപ്പെടുന്ന ഫത്ത 2 എന്ന് പറഞ്ഞ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട്. ആ മിസൈൽ ഇന്ത്യക്കെതിരെ അവർ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യ അതിനെ വിജയകരമായി തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ ഡിഫൻസിൽ, അതായത് S-400 മേടിച്ചിട്ട് ഇന്ത്യ ഏത് രീതിയിലാണ് അതിനെ ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കി ഇന്ത്യക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു മാറ്റം ശരിക്കും പറഞ്ഞാൽ S-400-ന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മാറ്റമാണ്. ആ ഒരു മാറ്റം റഷ്യ ഇന്ത്യയുടെ നിന്ന് അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ടെക്നിക്കാലിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇവിടെ പറയാൻ പറ്റത്തില്ല.
പക്ഷേ ഇന്ത്യ അത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സെറ്റപ്പാണ്. ആ സെറ്റപ്പ് കൂടി ചേരുമ്പോഴാണ് S-400 ഇത്രയും ശക്തമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഓരോ മിസൈലുകളെയും തന്നെ പ്രതിരോധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ടും ശക്തമായ ഒരു ഡിഫൻസ് തീർത്തത് ഈ രീതിയിലാണ്. അതായത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിലുപരിയായിട്ട് നമ്മൾ ലോക്കലി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരുപാട് മിസൈലുകൾ പാകിസ്ഥാന്റെ ഉള്ളിൽ ശക്തമായ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ടെക്നിക്കാലിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യ അത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സെറ്റപ്പാണ്. ആ സെറ്റപ്പ് കൂടി ചേരുമ്പോഴാണ് S-400 ഇത്രയും ശക്തമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഓരോ മിസൈലുകളെയും തന്നെ പ്രതിരോധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ടും ശക്തമായ ഒരു ഡിഫൻസ് തീർത്തത് ഈ രീതിയിലാണ്. അതായത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിലുപരിയായിട്ട് നമ്മൾ ലോക്കലി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരുപാട് മിസൈലുകൾ പാകിസ്ഥാന്റെ ഉള്ളിൽ ശക്തമായ പ്രഹരം നമ്മളുടെ ഇന്ത്യൻ മെയ്ഡ് ലോക്കൽ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് ഈ ഒരു യുദ്ധത്തിൽ. അതിന് തക്കതായ കാരണമുണ്ട്. അതിന്റെ സ്ട്രാറ്റജി ഇന്ത്യയുടെ വെപ്പൺ മാനുഫാക്ചറിങ് മേക്ക് ഇൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പദ്ധതിയിൽ തന്നെ നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ ഫുൾ ആൻഡ് ഫുൾ മാനുഫാക്ചറിങ് ചെയ്ത വെപ്പൺസ് കൊണ്ട് തന്നെ നമ്മൾ പാകിസ്ഥാനെ ഇത്തവണ അറ്റാക്ക് ചെയ്തത്. പാകിസ്ഥാന്റെ DGMO, ഈ DGMO എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, ഈ ഓഫീസിൽ നിന്നാണ് ഇന്ത്യക്ക് വിളി വന്നത്. ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയിലേക്കാണ് ആ വിളി വന്നത്. ഈ വിളി പാകിസ്ഥാനിൽ വന്നത് വേറൊന്നുമല്ല, കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു റിക്വസ്റ്റ്. അപ്പോൾ അതിന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലുപരിയായിട്ട് സീസ് ഫയർ ആണ് അവർ ചോദിച്ചത്. വെടിനിർത്തൽ എങ്ങനെയും സാധ്യമാക്കി തരണം, ഞങ്ങൾ എന്ത് കണ്ടീഷനും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അവിടെ പൊളിറ്റീഷ്യൻസ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ ഒരു മിനിസ്റ്റർ പാകിസ്ഥാന്റെ പാർലമെന്റിൽ കരച്ചിലായിരുന്നു, നിലവിളി. അതായത് എങ്ങനെയെങ്കിലും ഇന്ത്യയുമായിട്ടൊരു സഹകരണത്തിൽ എത്തൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അയാൾ ഓപ്പണായിട്ട് സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യ ഒരു സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിർത്തുകയാണ്. അത് ഇപ്പൊ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണങ്ങളൊക്കെ നിർത്തുകയാണ്. പിന്നെ ഇതിനകത്ത് ഒരു കണ്ടീഷനും ഇല്ല, നോ പ്രീ കണ്ടീഷൻ, നോ പോസ്റ്റ് കണ്ടീഷൻ, ഒരു റിട്ടേൺ എഗ്രിമെന്റും ഇല്ല. ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ടെമ്പററി സീസ് ഫയർ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ഇതാണ്. കാരണം ഇന്ത്യക്ക് എന്താണോ വേണ്ടത്, ഇന്ത്യയുടെ വെപ്പൺസ് ഇന്ത്യ എത്ര ശക്തമായിട്ടാണ് തിരിച്ചടിക്കുന്നത് എന്നുള്ളത് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ അത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാനെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ അത് മനസ്സിലായിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഒരു 2 ദിവസത്തിന് മുമ്പേ 3 ദിവസത്തിന് മുമ്പേ നമ്മളൊരു സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് പകരം നമ്മൾ കൊടുക്കേണ്ട അടി വളരെ ശക്തമായിട്ട് കൊടുത്തിട്ട് നമ്മൾ സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇന്ത്യക്ക് ഇതിനകത്ത് നഷ്ടം ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതായത് ഈ ഒരു ബോർഡർ ഏരിയയിൽ നിന്നും അവർ അറ്റാക്ക് ചെയ്ത് സിവിലിയൻസ് ഇന്ത്യക്ക് കുറെ സിവിലിയൻസിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടം തന്നെയാണ്, വലിയ നഷ്ടം തന്നെയാണ്. പാകിസ്ഥാനിനുണ്ടായ നഷ്ടം ഏറ്റവും വലുതാണ്. ഇന്ത്യക്കാളും ഇരട്ടിയാണ് പാകിസ്ഥാനുണ്ടായ നഷ്ടം. ഇനി ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു വയലേഷൻ നടന്നാൽ തന്നെയും ഇന്ത്യ അതിനെ ആക്ട് ഓഫ് വാർ ആയിട്ട് കണക്കാക്കും. അത് യുദ്ധത്തിന്റെ ഒരു വിളിയായിട്ട് തന്നെ കണക്കാക്കും. ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റി റദ്ദാക്കിയത് അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ആ ട്രീറ്റിയുമായിട്ട് ഒരു രീതിയിലുള്ള പുനഃപരിശോധനയും ഒരു രീതിയിലുള്ള സംസാരത്തിനും ഒരു സാധ്യതയില്ല. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ മുൻകൂട്ടി പറഞ്ഞത്. ഒരു രീതിയിലുള്ള ചർച്ചയും ഇവിടെ സാധ്യമല്ല. നോ ചർച്ച. നിങ്ങൾക്ക് ജസ്റ്റ് സീസ് ഫയർ വേണോ, ഞങ്ങൾ നിർത്തിത്തരാം. പക്ഷെ നിങ്ങൾ വീണ്ടും ആക്രമിക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ ഇതിലും ശക്തമായിട്ട് തിരിച്ചടിക്കും. ഇതാണ് ഇന്ത്യ പറഞ്ഞത്. പാകിസ്ഥാന്റെ മിനിമം 5 മിലിറ്ററി ബേസ് എങ്കിലും നമ്മൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. 7 എന്നാണ് പറയുന്നത്, പക്ഷെ 5ന്റെ റിപ്പോർട്ട് വളരെ കൺഫേം ആണ്. 4 എയർപോർട്ടുകൾ, 3 റഡാർ സ്റ്റേഷൻസ്, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം മൊത്തത്തിൽ നമ്മൾ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു എയർ ഡോമിനൻസ് കിട്ടിയത്. പാകിസ്ഥാന് മിനിമം ഒരു 3 to 4 ബില്യൺ ലോസ് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതും പോരാഞ്ഞിട്ട് പാകിസ്ഥാന്റെ എയർ സ്പേസ് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് എയർ സ്പേസ് ഉപയോഗിക്കുന്നതിൽ മൂലം കിട്ടുന്ന വരുമാനം അതെല്ലാം തന്നെ കംപ്ലീറ്റ് തടസ്സപ്പെട്ടു. ഈ ഫ്ലൈറ്റുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എയർപോർട്ട് ഫീസ്, അത് ഈ ഫോറിൻ ഫ്ലൈറ്റുകളൊക്കെ വന്ന് പാകിസ്ഥാന്റെ എയർപോർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ എയർപോർട്ട് ഫീ അതും അവിടെ നഷ്ടമാണ്. കാരണം എയർ സ്പേസ് മൊത്തം അടച്ചിട്ടിരിക്കുകയാണല്ലോ. ഇന്ത്യയുടെ ആക്രമണത്തിന് പേടിച്ചിട്ട് ആരും തന്നെ അവിടെ വരില്ല എന്നുള്ളതാണ്. അവരുടെ ട്രേഡിംഗ് 7000-ലധികം പോയിന്റുകൾ നിലംപൊത്തി വീണ് അവരുടെ ട്രേഡിംഗ് മൊത്തത്തിൽ, സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ തകർന്നടിഞ്ഞ അവസ്ഥയാണ്. പിന്നെ നമ്മൾ അയക്കുന്ന ഒരു മിസൈലിനെ പോലും അവർക്ക് തടയാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ മിസൈലുകൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന പാകിസ്ഥാനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒന്നുപോലും അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇന്ത്യക്കുണ്ടായ നഷ്ടത്തിനേക്കാളും ഇന്ത്യക്കുണ്ടായ ബെനിഫിറ്റ്, ഈ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം കുറച്ചുണ്ട്. അതിനുപരിയായിട്ട് ഈ ഒരു യുദ്ധം മൂലം ഇന്ത്യക്കുണ്ടായ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമാണ്, അതിശക്തമാണ്.
ആ രീതിയിൽ എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ എങ്ങനെയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ടെക്നിക്സ് ആണ് ഇന്ത്യ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഗ്ലോബലി തന്നെ ഒരു അറ്റൻഷൻ നേടിയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് നമ്പർ 1. പിന്നെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്ത ഡ്രോണുകളുടെ ചില പ്രത്യേകതകൾ. ഡ്രോൺ മാർക്കറ്റിലും ഇന്ത്യ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നമ്മൾ ഡ്രോൺ അത്ര എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്പർ 2. 3, നമ്മൾ S-400 എന്ത് മാറ്റം വരുത്തിക്കൊണ്ടാണോ നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ സൈഡിൽ നിന്നുള്ള കൂടുതൽ പാർട്ട്ണർഷിപ്പുകൾ മുന്നോട്ട് വരാനും S-400 ഇത് കൂടുതൽ അവർ ചേർക്കാൻ, അതായത് ഈ ഒരു ഇന്ത്യൻ ടെക്നോളജി കൂടി കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം റഷ്യ തുടരും എന്നാണ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലൂടെ വേറൊരാൾക്ക് ചെറിയൊരു പരിക്ക് കൊടുക്കാൻ പറ്റി. അത് ചൈനയ്ക്കാണ്. ചൈനയുടെ J-17 അൺട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഗ്ലോബലി തന്നെ ഒരു ടോക്ക് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ചൈനയുടെ ഈ ഒരു ഫൈറ്റർ ജെറ്റ് എയർക്രാഫ്റ്റിന്റെ ആ ഒരു ബിസിനസിനെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്പർ 1. അത് കഴിഞ്ഞാൽ അവരുടെ HQ-9 ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, ആ സിസ്റ്റം ടോട്ടലി പരാജയമാണ്. ഇത് മേടിച്ച പല രാജ്യങ്ങളും, മൊറോക്കോ ഉൾപ്പെടെയുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ ഒരു HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇന്ന് ഭീഷണി നേരിടുന്നുണ്ട്. അവരൊക്കെ തന്നെ ചൈനയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്, ഇതിന്റെ റിലയബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ചൈനയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു തലവേദന. അത് ചൈനയും ഈ ഒരു തീവ്രവാദികളെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യക്കെതിരെ നിലകൊള്ളാനുള്ള ശ്രമം തുടരുന്ന അവസ്ഥയിലാണ് ഇന്ത്യ ശരിക്കും സൈലന്റ് ആയിട്ടൊരു പണി ചൈനയ്ക്കിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ കുറച്ച് ഇടയാനും ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു വിള്ളൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഇന്ത്യ മെയ് 7-ാം തീയതി മുതൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ വീഡിയോ 1 by 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.